ഇനി കാർഷിക വാർത്തകൾ. ഇന്തോനേഷ്യയിൽ നിന്നുള്ള അനധികൃത അടയ്ക്ക ഇറക്കുമതി കേരളത്തിലെ അടയ്ക്ക വിപണിയെ തകർക്കുന്നതായി ആരോപണം. റോസ്റ്റഡ് അടയ്ക്ക ഇറക്കുമതിക്കുള്ള ലൈസൻസിന്റെ മറവിൽ സാധാരണ അടയ്ക്ക രാജ്യത്ത് കടത്തുന്നുവെന്നാണ് പരാതി. റോസ്റ്റഡ് അടയ്ക്ക മാത്രം ഇറക്കുമതി ചെയ്യാൻ അനുമതിയുള്ള ചില വ്യാപാരികൾ ലൈസൻസിന്റെ ദുരുപയോഗം നടത്തി സാധാരണ അടയ്ക്ക വൻതോതിൽ രാജ്യത്ത് എത്തിക്കുന്നുവെന്നാണ് ആരോപണം. ഇന്തോനേഷ്യയിൽ നിന്നും എത്തുന്ന കണ്ടെയ്നറുകളുടെ മുൻവശത്ത് പേരിനു മാത്രം റോസ്റ്റ് ചെയ്ത അടയ്ക്ക ചാക്കുകൾ നിരത്തി ഉള്ളിൽ സാധാരണ അടയ്ക്ക ഒളിപ്പിച്ചാണ് കടത്തുന്നതെന്നാണ് ചെറുകിട വ്യാപാരികളുടെ ആരോപണം. ഉദ്യോഗസ്ഥരെ ക്ലിയറിംഗ് ഏജന്റുമാരെയും സ്വാധീനിച്ചാണ് കള്ളക്കളി നടക്കുന്നതെന്നും വ്യാപാരികൾ പറയുന്നു. അനധികൃത ഇറക്കുമതി വർദ്ധിച്ചതോടെ പ്രാദേശിക വിപണിയിൽ അടയ്ക്ക വില കുത്തനെ ഇടിഞ്ഞു. നിലവിൽ കിൻഡലിന് 40,000 മുതൽ 42,000 രൂപ വരെയായി വില താഴ്ന്നപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 48,000 രൂപ വരെ ലഭിച്ചിരുന്നു. വിദേശ അടയ്ക്കയുടെ അതിപ്രസരം ആഭ്യന്തര വിപണിയെയും കേരളത്തിലെ ലക്ഷക്കണക്കിന് കൗമു കർഷകരെയും ഗുരുതര പ്രതിസന്ധിയിലാക്കുന്നതായി കർഷക സംഘടനകൾ ആരോപിക്കുന്നു. അനധികൃത ഇറക്കുമതി തടയാൻ തുറമുഖങ്ങളിലും അതിർത്തികളിലും കർശന പരിശോധന ഉറപ്പാക്കണമെന്നാണ് കർഷകരുടെയും ചെറുകിട വ്യാപാരികളുടെയും ആവശ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ കർഷകരെ പ്രതിസന്ധിയിലാക്കി രാസവള വിലയിൽ കുത്തനെ വർധനവ്. പശ്ചിമേഷ്യൻ സംഘർഷവും ഇറക്കുമതി കുറവും മൂലം പൊട്ടാഷ്, ഫാക്ടം ഫോസ് അടക്കമുള്ള വളങ്ങളുടെ വിലയാണ് കുതിച്ചുയർന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് രാസവള വില വീണ്ടും കുതിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷവും ഇറക്കുമതി പ്രതിസന്ധിയും മൂലം പൊട്ടാഷ്, ഫാക്ടം ഫോസ്, NPK വളങ്ങളുടെ വില വലിയ തോതിൽ വർദ്ധിച്ചു. പൊട്ടാഷ് 50 കിലോ ചാക്കിന്റെ വില 650 രൂപയിൽ നിന്ന് 1975 രൂപയായി ഉയർന്നു. ഫാക്ടം ഫോസിനും NPK വളങ്ങൾക്കും 100 കണക്കിന് രൂപയുടെ വർധനയുണ്ട്. കേന്ദ്ര സർക്കാർ സബ്സിഡി വെട്ടിക്കുറച്ച വളങ്ങൾക്കാണ് വിലയേറിയത്. തെങ്ങ്, പൈനാപ്പിൾ കൃഷികൾക്ക് വളമിടുന്ന സമയമായതിനാൽ വിലക്കയറ്റം കർഷകരെ ഗുരുതരമായി ബാധിക്കുമെന്ന് ആശങ്ക ഉയരുന്നു. യൂറിയയ്ക്ക് വില കൂടിയിട്ടില്ലെങ്കിലും വിപണിയിൽ ക്ഷാമമുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇന്ധനവില വർധനയും അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റവും കാരണം വളവില ഇനിയും ഉയരാനിടയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമാവുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രവാസ ലോകത്തെ വാർത്തകൾ നോക്കാം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.